ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം 14 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ഇത്തരം ഒരു യുദ്ധം, അല്ലെങ്കിൽ ഈ അമേരിക്ക ഇസ്രയേലും കൂടി ചേർന്ന് നടത്തിയ ഒരു സംയുക്ത യുദ്ധത്തിലൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് അറബ് രാജ്യങ്ങളാണ്. അപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവർക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവർക്ക് ഈ ഇറാന്റെയും ഇസ്രായേലിന്റെയും ഈ അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെയുള്ള ഈ ഒരു ആക്രമണം ആണ് ഇറാനിൽ നടത്തിയത് എന്നും, അപ്പം ഈ ആക്രമണത്തിലൂടെ അവിടെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെയാണ് ലക്ഷ്യം എന്നുള്ളത് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിലൂടെ തന്നെ ഈ അറബ് രാജ്യങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ അറബ് രാജ്യങ്ങൾ ഒരു പക്ഷേ അമേരിക്കയും ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യത ഏറെയില്ല. കാരണം ഈ ഒരു ഒറ്റ യുദ്ധം കൊണ്ട് തന്നെ ഇറാനിലേക്ക് സംയുക്ത ആക്രമണം നടത്തിയതിലൂടെ തന്നെ ഇന്ന് ലോക രാജ്യങ്ങൾ വളരെ പ്രതിസന്ധി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാതകമായാലും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന സാമ്പത്തിക മേഖലയിലായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറയുന്ന അമേരിക്കയും ഈ പറയുന്ന ഇസ്രയേലും കൂടി ഒരുമിച്ച് സംയുക്തമായിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യുദ്ധം നടത്തി അത് ഇറാനിനെ പിടിച്ചടക്കാം അല്ലെങ്കിൽ ഇറാനെ തീർക്കാം എന്ന രീതിയിലേക്ക് വന്നു. പക്ഷെ അത് അവിടെ പാടെ പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന അമേരിക്കയുടെ എയർബേസിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇറാനെ അല്ലെങ്കിൽ ഇറാൻ അനുകൂലമായിട്ട് വലിയ രീതിയിലൊന്നും നിന്നിരുന്നില്ല. എങ്കിൽ തന്നെയും ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് എത്രത്തോളമായിരിക്കും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഭാവി നിശ്ചയിക്കുക അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക? രേഷ്മ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക, ഇസ്രായേൽ ഇവര് ഭയന്ന കാര്യങ്ങൾ, അതായത് ഒരിക്കലും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് കരുതി ഭയന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള കരുത്തുമായിട്ട് സകല ശത്രുക്കളെയും അടപടലം ആഞ്ഞടിക്കുകയാണ്. 6 അമേരിക്കൻ സൈനികരെ ഇന്ന് കൊലപ്പെടുത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. 4 വാണിജ്യ കപ്പലുകൾ, അതുപോലെ തന്നെ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം നടക്കുന്നു. 4 വാണിജ്യ കപ്പലുകൾ തകർക്കുന്നു. അതുപോലെ അമേരിക്കയുടെ കൂറ്റൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന പോർ വിമാനങ്ങൾക്ക് ഇന്ധനം കൊടുക്കുന്ന ഏറ്റവും വലിയ ഇന്ധന വിമാനങ്ങൾ തകർക്കുന്നു. അങ്ങനെയുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങളും ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മാത്രം ഏതാണ്ട് 2750 ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് ആക്രമണങ്ങളിൽ 2750 പേർക്ക് ഇസ്രായേൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഇറാനെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ മുഴുവൻ മാറുന്ന, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇറാൻ ഇത്രയും കരുത്തുള്ളൊരു രാജ്യമാണ് എന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന യുദ്ധം ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നവർക്ക് മനസ്സിലാവുകയും ഈ യുദ്ധം അനന്തമായി നീളുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയുകയും ചെയ്തതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ അധികം വൈകാതെ അമേരിക്കയെ കൊണ്ട് എന്താണോ ഒത്തുതീർപ്പ് ഇറാൻ പറയുന്നത് അത് അംഗീകരിച്ച് പിന്മാറാൻ പറയാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കാരണം മുജ്തബ ഖംനെയി എന്ന് പറയുന്ന ഇറാൻ്റെ പുതിയ ഭരണാധികാരി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അതായത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ അടച്ചു പൂട്ടുക, അല്ലാത്ത പക്ഷം ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം തുടരുകയും ഹോർമുസ് കടലിടുക്ക് അടച്ചിടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ യുദ്ധം നിർത്താനൊക്കെ ഒരുക്കമാണ്. പക്ഷേ അത് അതികഠിനമായ വ്യവസ്ഥകളിന്മേലായിരിക്കും. അമേരിക്കയെ മുട്ടുകുത്തിച്ച് മുട്ടിലിഴയിച്ച ശേഷമായിരിക്കും. അമേരിക്കയെ പരിപൂർണമായി പശ്ചിമേഷ്യയിൽ നിന്ന് പറിച്ചു കളഞ്ഞ ശേഷമായിരിക്കും. അപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് പോകുന്തോറും ഇറാൻ്റെ ഡിമാൻഡുകൾ കൂടുകയാണ്. അങ്ങനെ ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ അതിന് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത് അമേരിക്കയ്ക്കാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഗ്രിപ്പ് നഷ്ടമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ അതിവേഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അയത്തുള്ള അലി ഖമേനി മാറി പുതിയൊരു നേതാവ് വന്നു. അത് അയത്തുള്ള അലി ഖമേനിയുടെ മകൻ വരികയാണ്. മകൻ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ഇറാന്റെ ഒരു നിലപാടിനെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ കരുത്തോടെ അല്ലെങ്കിൽ കൂടുതൽ നിലപാടോടെ ഒരു
ഒരു വലിയ ശക്തിയോടെ മാറുന്ന ഒരു ഇറാനെയാണ്. അതായത് നേരത്തെയൊക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര അധിക ആക്രമണങ്ങളോ അല്ലെങ്കിൽ അത്ര രീതിയിലുള്ള കടുപ്പിടുത്തങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന മുജ്തബ വന്നതോടെ തന്നെ ഈ ചില കടുപ്പിടുത്തങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചിടുക എന്നുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള ബുദ്ധി കൂടിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കും വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. അതപ്പം എങ്ങനെയായിരിക്കും ആ ഒരു നയതന്ത്ര രീതി അമേരിക്കയ്ക്ക് തിരിച്ചടിയായിട്ട് ഉണ്ടാവുക? അല്ല, ഇപ്പം നമ്മൾ യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ കണ്ടു ഇറാനെതിരെ സംയുക്ത പ്രസ്താവന 8 രാജ്യങ്ങൾ ഇറക്കി. അതായത് ഒമാൻ ഒഴികെയുള്ള മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള അറബ് രാജ്യങ്ങൾ UAE, ഖത്തർ, കുവൈറ്റ്, സൗദി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചേർന്ന്, ജോർദാൻ അടക്കം ചേർന്ന് അമേരിക്കയുടെ കൂടി അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് അമേരിക്കയോട് കൂടി ചേർന്ന് അവരൊരു സംയുക്ത പ്രസ്താവനയാണ് ഇറക്കുന്നത്. ആ സംയുക്ത പ്രസ്താവനയിൽ ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കുന്ന നടപടികളിൽ നിന്ന് ഇറാൻ പിന്മാറണം, ഇറാനെ ഏകപക്ഷീയമായി കടന്നാക്രമിക്കുന്ന വിധത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ യുദ്ധം തുടങ്ങി അധികം വൈകുന്നതിന് മുമ്പ് ഒരു 4-ാമത്തെയോ 5-ാമത്തെയോ ദിവസമൊക്കെ അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ ആ നിലപാട് എന്ന് പറയുന്നത് കൃത്യമായി അമേരിക്കയോട് അനുഭാവമുള്ളതും ഇറാനോട് വലിയ അനുഭാവമില്ലാത്തതുമായിരുന്നു. കാരണം ഇറാനാണ് യുദ്ധം നിർത്തേണ്ടത് എന്ന നിലപാടിലെ പോലെയായിരുന്നു ആദ്യം അറബ് രാജ്യങ്ങളുണ്ടായിരുന്നത്. കാരണം അറബ് രാജ്യങ്ങളുടെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തി. അറബ് രാജ്യങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങൾ, എണ്ണ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾക്ക് ദേഷ്യമുണ്ടാകാം, പകയുണ്ടാകാം, പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാകാം. അപ്പോൾ അവർ ഇറാനെതിരെ തിരിഞ്ഞു. പക്ഷേ ഇറാൻ പിന്നീട് എടുക്കുന്ന നിലപാടുകളെല്ലാം അറബ് രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിരുന്നു. ഞങ്ങൾക്ക് അറബ് രാജ്യങ്ങളോട് ഒരു ഗൾഫ് മേഖലയോട് സൗഹൃദവും സാഹോദര്യവും മാത്രമേ ഉള്ളൂ, നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്, അമേരിക്കയും ഇസ്രായേലുമാണ് ഇവിടെ യുദ്ധം തുടങ്ങി വെച്ചത്, അതുകൊണ്ട് തന്നെ അവരാണ് ഇതിനകത്ത് പിന്മാറേണ്ടത്, അല്ലെങ്കിൽ അവർക്കെതിരെയാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടത് എന്ന സന്ദേശം നിരന്തരമായി ഇറാൻ നൽകാൻ തുടങ്ങിയതോടെ അറബ് രാജ്യങ്ങളും മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ UAEയും ഖത്തറും ഒക്കെ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം അമേരിക്ക വിചാരിച്ചാലും ഇസ്രായേൽ വിചാരിച്ചാലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, അത് ഇറാൻ വിചാരിക്കണം. ഇറാൻ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞാലേ, അല്ലെങ്കിൽ നിർത്തി എന്ന് പറഞ്ഞാൽ മാത്രമേ പശ്ചിമേഷ്യയ്ക്ക് സമാധാനം കിട്ടുകയുള്ളൂ, ഗൾഫ് രാജ്യങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അങ്ങനെ ഇറാൻ യുദ്ധം നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അമേരിക്ക ഇറാൻ പറയുന്ന കണ്ടീഷൻസ് മുഴുവൻ അംഗീകരിക്കണം. ആ കണ്ടീഷൻസ് എന്താണ്? ഇനി ഒരു കാരണവശാലും ഇറാനെതിരെ പ്രകോപനം ഉണ്ടാകരുത്, ഇറാൻ്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് നിരുപാധികം പിന്മാറണം, ഒപ്പം ഇറാന് നഷ്ടപരിഹാരം നൽകണം, അതോടൊപ്പം അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പരിപൂർണമായി അവർ ഇവാക്യുവേറ്റ് ചെയ്യണം. ഇത്രയും കണ്ടീഷനുകളാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിനിടെയാണ് ഏറ്റവും പുതിയ കണ്ടീഷൻ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് അമേരിക്ക അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ പരിപൂർണമായി ഉപേക്ഷിച്ച് മടങ്ങണം എന്നുള്ള ആ അവസാനത്തെ കണ്ടീഷൻ വന്നത് വളരെ ഏറ്റവും ഒടുവിലാണ് വന്നത്. ബാക്കി 3 കണ്ടീഷനും ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ ദിവസവും യുദ്ധം വൈകുന്തോറും അറബ് രാജ്യങ്ങളിൽ നാശനഷ്ടം കൂടുന്നുണ്ട്. അതേപോലെ ഇസ്രായേലിനെയും അമേരിക്കയെയും ഇറാൻ തലങ്ങും വിലങ്ങും ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചാൽ ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പം നിന്നാൽ ഞങ്ങൾക്ക് തിരിച്ചടി വർദ്ധിക്കുകയുള്ളൂ. ഇറാൻ ഇനിയും കടുത്ത ആക്രമണങ്ങൾ, ഇപ്പോൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ൻ്റെ 41, 42 വേവുകളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും നിരന്തരമായ ഘട്ടങ്ങളുണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ആക്രമണങ്ങൾ കടുപ്പിക്കാനുള്ള സാധ്യത അറബ് രാജ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ തള്ളിപ്പറഞ്ഞ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തുന്നു. ഇനിയുള്ള അവരുടെ നീക്കം അമേരിക്കയെ സമ്മർദ്ദം ചെലുത്തി പിന്മാറ്റുക എന്നതിലേക്ക് തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ്, അതായത് ഈ അയത്തുള്ള അലി ഖമീനി മരണപ്പെട്ടതിന് ശേഷം പിന്നീട്
ഈ വന്ന മുജ്തബ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ചോരകൾക്ക് പകരം അവർ ചോദിക്കും, അല്ലെങ്കിൽ അവരെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് അവർ പകരം ചോദിക്കും എന്നുള്ള നിലപാടിലേക്ക് വരുന്നു. പിന്നീട് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ആക്രമണം, ഒരു മിസൈൽ മഴയൊക്കെയാണ് നടത്തുന്നത്. ഇതിന്ന് ലോകരാജ്യങ്ങളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും ഈ പറയുന്ന ഊർജ്ജ പ്രതിസന്ധിയും ക്രൂഡ് ഓയിലിന്റെ വില വർധനവും എല്ലാം കൊണ്ടും ഏകദേശം ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഈ സമ്പദ് വ്യവസ്ഥയിൽ പല രാജ്യങ്ങളിലും ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇറാന്റെ ഒരു യുദ്ധം മുറ ഇനി എന്നായിരിക്കും അവസാനിക്കുക, അല്ലെങ്കിൽ ഇറാൻ ഉടനെ ഒരു യുദ്ധം നിർത്താനുള്ള സാഹചര്യമുണ്ടോ? അല്ല, ട്രംപ് പറയുന്നത് എപ്പോഴും പശ്ചിമേഷ്യയിൽ സമാധാനം, അതായത് പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ ആക്രമണങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കും. ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞത് ഇറാൻ ഇനി ആക്രമിക്കാൻ കഴിയില്ല, 90% അവരുടെ സൈനിക ശേഷി ഞങ്ങൾ തകർത്തിരിക്കുന്നു, ഏതാണ്ട് തീർന്നിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ട്രംപ് എപ്പോഴും പറയുന്നത് ഇറാൻ ഞങ്ങൾ തീർത്തു, ഞങ്ങൾ വിജയിച്ചു എന്നൊക്കെ ആണെങ്കിലും ഇറാൻ അതിശക്തമായി ആക്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ പോകാൻ ഞങ്ങൾ സംരക്ഷണം കൊടുക്കാമെന്ന് ട്രംപ് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പലിൽ തീപിടുത്തമുണ്ടായത്. അത് ആസൂത്രിതമായ തീപിടുത്തമല്ല, അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇറാഖിൽ വെച്ചുകൊണ്ട് ഇറാൻ്റെ സേന അവിടുത്തെ ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തതും സ്വാഭാവികമായി ഉണ്ടായൊരു ടെക്നിക്കൽ എററാണെന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ആക്രമിച്ച് തകർത്തതാണ് എന്ന് IRGC ഉൾപ്പെടെ പറയുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് സകലയിടത്തു നിന്നും അടി കിട്ടുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി ഇറാന് സറണ്ടർ ആവുക എന്നതല്ലാതെ മറ്റൊന്നില്ല എന്ന നിലയിലേക്കാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതായത് ഇറാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ, ഇറാൻ പറയുന്നത് കേട്ട് അമേരിക്കയും ഇസ്രായേലും പിന്തിരിഞ്ഞു പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇറാനെ കീഴടക്കാനുള്ള ശക്തി അവർക്ക് വേണം. അതില്ല എന്ന് ഈ 14 ദിവസം കൊണ്ട് അവർ തെളിയിച്ചിട്ടുണ്ട്. കാരണം അവർ നടത്തിയ സകല ഓപ്പറേഷനുകളും പാളുന്നു, അവർ നടത്തിയ സകല അവകാശവാദങ്ങളും പൊളിയുന്നു, അവർ നടത്തിയ പല വീമ്പ് പറച്ചിലുകളും ഒന്നുമല്ലാതാകുന്നു. അമേരിക്കയും ഇസ്രായേലും നടത്തിയിട്ടുള്ള പല സ്വപ്നങ്ങളും പറഞ്ഞിട്ടുള്ള പല സ്വപ്നങ്ങളും എങ്ങുമെത്താതായിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ഇറാൻ്റെ ഭരണം ഞങ്ങളുടെ കയ്യിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഖാംനെയുടെ മകൻ അധികാരത്തിലേറിയതോടെ ട്രംപിനും നെതന്യാഹുവിനും ലോകത്തിനും മനസ്സിലായി ഇവർ പറയുന്ന പോലുള്ള ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും എന്നോണം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി ഇറാന് മുന്നിൽ സാഷ്ടാംഗം വണങ്ങി പോവുകയല്ലാതെ, ഇറാൻ്റെ കണ്ടീഷൻസ് അംഗീകരിച്ച് ഈ യുദ്ധം അവസാനിപ്പിച്ച് തടി തപ്പുകയല്ലാതെ വേറെ വഴിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയെ കൊണ്ട് ഇറാൻ ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങില്ല. അപ്പോഴും തിരിച്ചടി അമേരിക്കയ്ക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ട്രംപ് ഭയന്നതുപോലെ, നെതന്യാഹു ഭയന്നതുപോലെ കാര്യങ്ങൾ അവർക്കെതിരെ തന്നെ വന്നിരിക്കുകയാണ്. ഒടുവിൽ ഗൾഫ് രാജ്യങ്ങളും തിരിഞ്ഞിരിക്കുകയാണ് രേഷ്മ.